10 items in biryani. തക്കോലം പക്കാവട 5 pets name. കല്യാണി കല്യാണിയോ? പൂച്ചയുടെ പേര്. Pets name. ഡോമിനോസിൽ വിളിച്ച് ഐ ലവ് യു അല്ലെങ്കിൽ മാനസമൈനെ വരൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്ലിക്സ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ചാലഞ്ച് 10 സെക്കൻഡ്സ് ചാലഞ്ച് ആണ്. ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് ആ ചാലഞ്ച്. 5 സെക്കൻഡ്സ്, 7 സെക്കൻഡ്സ്. നമ്മളിവിടെ 10 സെക്കൻഡ്സ് ചാലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ജാറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട് മൊത്തം. ഒരാൾക്ക് 10 ക്വസ്റ്റ്യൻസ് വീതമാണ്. അപ്പോൾ ഇതിന് ടൈമർ 10 സെക്കൻഡ്സ് നമ്മൾ പറഞ്ഞല്ലോ, 10 സെക്കൻഡ്സ് സെറ്റ് ചെയ്ത് വെക്കും. ആ 10 സെക്കൻഡ്സിനുള്ളിൽ നമ്മളിത് ചെയ്യണം. അല്ലെങ്കിൽ പണിഷ്മെന്റ് ഇല്ലാത്ത കളിക്ക് ഒരു ത്രില്ലില്ല നമുക്ക്. അതായത് ഈ ചോദ്യം പെർഫോം ചെയ്യാൻ, അതായത് ഇപ്പൊ 20 സെക്കൻഡ്സ് ആണ്, 10 സെക്കൻഡ്സ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം. അത് ഫെയിൽ ആയാൽ നമുക്കിവിടെ അത് തൈര് കുടിക്കൊന്നും വേണ്ട. ഞാൻ നിനക്ക് തൈര് സാധകം ഉണ്ടാക്കി തരാം കുടിക്കാൻ. അതായത് ഈ സംഭവം ഞാൻ എന്താണ് പറയാ, ഒരു ക്ലൂ നമുക്ക് മുഖത്തിങ്ങനെ തേക്കാം. അല്ല, തേച്ച് പിടിപ്പിക്കുകയാണ് തന്നെ ഫേഷ്യൽ ചെയ്യാൻ പോകണം. ഉത്തരം തെറ്റുന്നയാള് ഇതിങ്ങനെ കൊണ്ടുവന്ന് മുഖത്ത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്തത് ഈ ക്വസ്റ്റിനുമായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റിനുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് നോക്കാം ഇതെങ്ങനെ പോകുന്നു എന്നുള്ളത്. എന്നിട്ട് ഇല്ല, ഞാനെടുക്കുന്നു, ഞാനിത് വായിക്കുന്നു നിനക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നീയാണ് പെർഫോം ചെയ്യുന്നത്. ഇല്ല, ക്വസ്റ്റ്യൻ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് കണ്ടോ ടൈമർ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടൈമർ പ്രസ് ചെയ്യുന്നതായിരിക്കും. 5 മേക്കപ്പ് ഐറ്റംസ് പെട്ടെന്ന് പറഞ്ഞു. മസ്കാര, ഐലൈനർ, പൊട്ട്, ലിപ്സ്റ്റിക്, ഫൗണ്ടേഷൻ. വെരി ഗുഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞതാണല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും വെള്ളം കുടിച്ച് മരിക്കും. കാരണം ഇതിന്റെയൊക്കെ ABC നമുക്കറിയത്തില്ല. ഒന്നുകൂടെ പറഞ്ഞ് മസ്കാര. ഞാൻ കേട്ടത് മസ്കോക്ക. മസ്കാര, പൊട്ട്, ഫൗണ്ടേഷൻ, ഐലൈനർ, ലിപ്സ്റ്റിക്. ഇത് നമുക്ക് കിട്ടാഞ്ഞത് ഭാഗ്യം. എന്തായാലും ഞാൻ എടുത്തു തരണം അല്ലേ? ഞാൻ സെറ്റ് ചെയ്യാൻ നോക്കാം. ഓ, എനിക്കുള്ള ചോദ്യത്തിന്റെ ടൈമർ നീ അവിടെ സെറ്റ് ചെയ്യുന്ന അല്ലേ? ഞാൻ സെറ്റ് ചെയ്തോളാം. മാതാവേ കാത്തോളണേ. 5 movies of Mammootty. ഈശ്വര. പഴശ്ശിരാജ 2020, ബാബ കല്യാണി. മമ്മൂട്ടി അല്ല, മോഹൻലാലിന്റെയാണോ? നമുക്ക് ഈ ടൈമറിന്റെ ലെങ്ത് ഒന്ന് മാറ്റിയാലോ? കണ്ണാടി മാറ്റിയിട്ട് എടുത്തോ. നമുക്ക് ഈ ടൈമറിന്റെ ലെങ്ത് ഒന്ന് മാറ്റിയാലോ? ഈ ഫോണിൽ മാറ്റാം അല്ലേ? ആ ഫോണിൽ അവിടെയല്ല ഞാൻ ഉത്തരം പറയുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനിക്കും കിട്ടും. ഞാൻ കാര്യം ചെയ്യട്ടെ? ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ടോ? ഇച്ചിരി ഉപ്പ് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇട്ടില്ല. കുടിക്കാനല്ലല്ലോ. ഞാൻ മുക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആദ്യത്തിന് ഒരു എക്സെപ്ഷൻ തന്നുകൂടെ? ആദ്യത്തെ ചോദ്യത്തിന് എനിക്കും ആദ്യത്തിന് എക്സെപ്ഷൻ തരുമോ? അതില്ല. പിന്നെ എങ്ങനെയാ? ഞാൻ മുക്കും. ടിഷ്യൂ പേപ്പർ തുടച്ചു കളയരുത്. എനിക്ക് ഇച്ചിരി മധുരം കൂടി ഇടായിരുന്നു കേട്ടോ. എന്തായാലും വൈകുന്നേരം ഷൂട്ടിന് മുമ്പ് കുളിച്ച് നന്നായി. ഇതിപ്പോ കണ്ടു കഴിയുന്ന ഒരു പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് മൂവിക്കകത്ത് ജനാർദ്ദനൻ ചേട്ടന് നമ്മുടെ വീപ്പയ്ക്കകത്ത് പൗഡറിനകത്ത് കുമ്മായത്തിനകത്ത് വീണ പോലെ. ഇത് തുളച്ചോളാൻ പറ്റുമോ? വേണ്ട, ഇങ്ങനെ വെച്ചേക്കാം. വേണല്ലേ
തുടയ്ക്കാൻ പറ്റത്തില്ലേ? ഇല്ല, തീരുന്നവരെ ഇരിക്കണം, അതല്ലേ പണിഷ്മെന്റ്. ഓക്കെ, ഞാൻ എടുക്കണം അല്ലേ? അയ്യോ, ആഹാ, നല്ല ലുക്കായിരിക്കും. ചിരിക്കണ്ട, ചിരിക്കണ്ട, ഇത് വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഫോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്തങ്ങ് വെക്കട്ടെ ആദ്യം, എന്നാ പിന്നെ ഇത് വായിക്കും. അത് പറയാം, നിനക്കുള്ള സമയം തരുന്നുണ്ട് ഞാൻ. ആഹാ, എങ്ങനെ നടന്ന ഞാനാ. അതിപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നേരത്തെ പോലെ തർക്കീലും പരിപാടി ഇത് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടൈമറിന്റെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യും. അതിനകത്ത് പിന്നെ അതൊന്നും പറഞ്ഞേക്കരുത്. ഓക്കെ, ക്ലോസ് യുവർ ഐസ് ആൻഡ് ഓപ്പൺ വാട്സ്ആപ്പ് ഇൻ യുവർ ഫോൺ. ക്ലോസ് യുവർ ഐസ്, ഓപ്പൺ വാട്സ്ആപ്പ് ഇൻ യുവർ ഫോൺ. ടൈമർ ഓൺ ആണ്. ഇത് എന്താ ഓപ്പൺ ആയോ? വാട്സ്ആപ്പ് ആയോ? വാട്സ്ആപ്പ് ആയോ ലാലേട്ടാ? പറ. വാട്സ്ആപ്പ് ആയി. നീ ക്ലോസ് ചെയ്തായിരുന്നു? ഞാൻ ക്ലോസ് ചെയ്തു, സത്യമായിട്ട് ഞാൻ ക്ലോസ് ചെയ്തു. ഇതിന്റെ വാട്സ്ആപ്പ് ആയി. കാരണം എന്റെ ഫോൺ എപ്പോഴും ഉണ്ടല്ലോ, പക്ഷെ എനിക്കിത് ചില സമയത്ത് ഫിംഗർ ഇത് ഓൺ ആവത്തില്ല. ഞാൻ പാസ്വേഡ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചുമ്മാ ഞെക്കി നോക്കിയതാ. കാരണം എന്റെ ഫോണ് ഇതുണ്ടല്ലോ, ഇതില് എപ്പോഴും ഈ സ്ക്രീനാ വന്ന് കിടക്കുന്നേ. അപ്പൊ എനിക്കറിയാം. അല്ല, തമ്പ്. അതും വാട്സാപ്പോട് വല്ല ബന്ധമുണ്ട്? ഓ എന്റെ പൊന്നു. അല്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ ഈ സ്ക്രീൻ ഇങ്ങനെ ഇവിടെ വന്ന് കിടക്കും ഇത്. അപ്പൊ എനിക്കറിയാം ഞാൻ എന്തായാലും കുഴപ്പമില്ല. കൺഗ്രാചുലേഷൻ. ചെയ്തു. കഷ്ടമുണ്ട് കേട്ടോ. ഇല്ല, തീരുന്നത് വരെ ഇരിക്കണം, അതാണ് പണിഷ്മെന്റ്. അല്ല, ഇപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞാൽ എനിക്ക് തുടയ്ക്കാൻ പറ്റും? ഇല്ല, തീരുന്നത് വരെ ഇരിക്കണം. ഓക്കെ, അപ്പൊ പോയിന്റ്സ് ലാലേട്ടന്. ഈ ഒരു റൂള് തുടക്കത്തില് പറഞ്ഞില്ലായിരുന്നല്ലോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. തൈര് ശരിക്കും ഷഫിൾ ചെയ്യാം. ഞാനാണ് എടുക്കാറുണ്ട്. ശരിയാ, ഞാനിപ്പോ എടുത്തേ വീണ്ടും. ഓക്കെ, ടൈമർ ഞാൻ സെറ്റ് ചെയ്യാം. Cry like a newborn baby. ഇങ്ങനെയാണോ ന്യൂബോൺ ബേബി ക്രൈ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ തന്നെ പല പിള്ളേരും പല രീതിയാണ്, പല രാജ്യത്തെ പിള്ളേരും പല രീതിയാണ്. എന്തായാലും കരഞ്ഞല്ലോ, ശരി. ഓക്കെ, പിന്നെ അടുത്ത എനിക്ക് ഇതുപോലെയൊക്കെ തുടയ്ക്കാൻ പറ്റും? ഇല്ല, ഞാൻ എടുത്തോട്ടെ. ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് നമ്മൾ തന്നെയാണ്. അങ്ങനെ തൈരല്ലേ, ടിഷ്യൂ പേപ്പർ ആണോ? വേണ്ട, എന്റെ മേലും വിടാൻ ഒരു നാശവശമാകുന്നു. സാരമില്ല, കുളിച്ചാൽ മതി. വല്ലപ്പോഴും ഒക്കെ 2 തവണയൊക്കെ. ഏറ്റവും ടഫായിട്ടുള്ള എനിക്ക് കാണാമല്ലോ, ഞാൻ കാണിക്കുന്നുണ്ടല്ലോ. 5 pets names time starts now. അങ്ങനെയല്ലേ? കർത്താവോ? അല്ല, വീട്ടിൽ വളർത്തുന്ന കല്യാണിയോ? ആ, പൂച്ചയുടെ പേര്. അത് നമ്മൾ നമ്മുടെ വീട്ടിൽ വിളിക്കുന്ന പൂച്ചയുടെ പേര്. പെറ്റ്സിനെ ടൈമർ അത് തന്നെ ഫൗള്. കല്യാണി എന്ന് പറയുന്നത് നമ്മുടെ പൂച്ചക്കുട്ടീനെ നമ്മൾ വീട്ടിലിട്ടിരിക്കുന്ന പേരാ. 5 pets name. ഓഡിയൻസ് പറയട്ടെ. വളർത്തുന്നതിന്റെ പേരുകളാണ്. 5 പെറ്റ്സ്. പൂച്ച, പട്ടി, പിന്നെ ചില വീട്ടുകാർ കുരങ്ങന്മാരെ വളർത്തും. അതിനെ നമ്മൾ പെറ്റായിട്ട് അവരെ കൊണ്ടുവരും. ഞാനിപ്പോഴാ കൃതാർത്ഥനായി. ഈശ്വരാ, നീ ഇതെല്ലാം കാക്കുന്നുണ്ടല്ലോ. ഞാനാണ് വെക്കുന്നത് കേട്ടോ. നല്ലൊരു മുഖമായിരുന്നു. അതിങ്ങനെ കൊണ്ടേ കളയേണ്ട ആവശ്യം. കുടിക്കരുത്, ദൈവത്തെ ഓർത്ത്. അടുത്ത പ്രാവശ്യം എനിക്ക് മുക്കേണ്ടതാ. വായടച്ചു കുടിച്ചു. കുടിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നിൽക്കട്ടെ. എന്റെ ടേബിൾ മുഴുവൻ നാശവശമാക്കരുത്. ഇവിടെ ഞാൻ വേണം തുടയ്ക്കാൻ. ഇങ്ങനെ നോക്കിക്കന്നെ. നല്ല ക്ലോസ് അപ്പ് ഷോട്ട് ഒരെണ്ണം എടുത്ത് ഫ്രെയിം ചെയ്ത് നോക്കണം ഭിത്തിയില്. ഒരു തുടയില്ല. പിന്നീട് ഇതൊരു തുടപ്പം പരിപാടിയൊന്നുമില്ല. അതൊക്കെ അവിടെ വെച്ചു. ടേബിള് വൃത്തിയാക്കണ്ട. അടുത്ത ചോദ്യം. പേടി മാറി. ഇങ്ങനെ മുക്കിയത് നമ്മൾ ഇതിനകത്ത് നമ്മളത് ചെയ്യേണ്ട ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മറ്റുള്ളവർക്ക് അത് ചെയ്യുമ്പോൾ ഈ പേപ്പർ ഭയങ്കര വലുതാണ്, നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ശരിക്കും പിടിച്ചങ്ങ് മുക്കുമല്ലേ. Get juice from fridge and drink.
അയ്യോ 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 ഫ്രിഡ്ജ് അടക്ക്, ഫ്രിഡ്ജ് അടക്ക്. ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു. ഒരു ഉത്തരം ശരിയായ സന്തോഷം. ഒരു ഉത്തരം ശരിയായുള്ളൂ അല്ലേ? 1 തുറക്കത്തില്ലേ? 3 2. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ചോദ്യം പ്രിപ്പയർ ചെയ്ത ആള് മനഃപൂർവ്വം ഫ്രിഡ്ജിലിരിക്കുന്ന ജ്യൂസുകളെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ക്വസ്റ്റ്യൻസും ഒരു ക്ലൂ പോലും തന്നിട്ടില്ല. എന്തൊക്കെയാന്ന് നമ്മളിങ്ങനെ ഞാനത് എടുത്തെടുക്കണ്ടേ? ഞാൻ ഇപ്പഴല്ലേ പോയി ജ്യൂസ് കുടിച്ചേ. ഒരു സെക്കൻഡ് ഒക്കെ ടൈമർ 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 സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ വായിക്കാം. എന്താണ് ഓക്കേ, കണ്ടിട്ട് ഭയങ്കര ടഫായിട്ടുള്ള സമയമുണ്ടല്ലോ, ടൈമർ സെറ്റ് ചെയ്തിട്ടില്ലല്ലോ. 5 മ്യൂസിക് ഡയറക്ടേഴ്സ് ഇൻ മലയാളം. ടൈമർ സ്റ്റാർട്ട്സ്. there you go. 5 ഇളയരാജ യേശുദാസ് മ്യൂസിക് ഡയറക്ടേഴ്സ്. മലയാളം തന്നെ വേണം. റഹ്മാനോ? അതെനിക്ക് ചോദ്യം ഇതായിരുന്നു, മലയാളം. ടൈമർ 5 മ്യൂസിക് ദാസേട്ടന്റെ പേര് പോലെ ഇതിനകത്ത് വന്നു. 5 മ്യൂസിക് ഡയറക്ടേഴ്സ് ഇൻ മലയാളം എന്ന് ചോദിച്ച ചോദ്യത്തിനകത്ത് എന്ത് ചെയ്യാനാ? തൈരേ വരൂ, തൈരേ വരൂ. ഈ സല്ലാവ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ദാസേട്ടനും എത്ര തവണ മുങ്ങി? ഞാനൊരു പ്രാവശ്യം, 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം. ദാസേട്ടൻ ചിത്രചേച്ചി പാടിയ ഒരു സിനിമയുണ്ട്, ആ പാട്ടുണ്ട് നമ്മുടെ സല്ലാപത്തിനകത്ത്. മുക്കിക്കോ ഇല്ല മൂക്കിലല്ല, ഇങ്ങനെ നമുക്ക് സൈഡിലോട്ട് പിടിച്ചാലോ? സൈഡിലോട്ട് പിടിക്കാം. വേണ്ട, അപ്പൊ മുക്കത്തിനായിട്ട് മുങ്ങട്ടെ ഒത്തിരി നോപ്പിക്കളയരുത് കേട്ടോ, ഒരു ഭംഗി വേണം അതിന്. തൈരിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഞാനതിനെ ഒന്ന് മാറ്റി പിടിച്ച കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇനിയിപ്പോ എന്റെ കാണാണ്. പെട്ടെന്നാവട്ടെ, എനിക്ക് തൈര് നോക്കാൻ കൊതിയായി. എണ്ണയാണോ? ഈശ്വരാ രക്ഷിക്കണേ, നല്ല ചോദ്യം വല്ലതും തരണേ. Bite your tongue and recite A to Z. A B C D E F G H I J K L M N O P Q R S T U V W X Y Z. Okay. ഇടയ്ക്ക് ഞാൻ എൻ്റെ നാവ് പുറത്തോട്ട് പോകുന്ന രീതിയിൽ എനിക്ക് തോന്നിയായിരുന്നു. പോയില്ലല്ലോ. അടുത്ത ചോദ്യം. ഓ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഈ നാക്ക് അടിച്ചു പിടിച്ചോണ്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുള്ള ഇതിനകത്തുനിന്ന് മനസ്സിലായത്. ഏറ്റവും അടി നടത്തും. 5 words that start with letter P. ഇല്ല, ഞാൻ ടൈമർ സെറ്റ് ചെയ്തില്ല. 5 words that starts with letter P as in Peter. Give me 1 second. ടൈമർ. ഓ, എൻ്റെ തമ്പ് പിടിക്കുന്നില്ലോ. ഓക്കെ, പാസ്വേഡ് അടിക്കട്ടെ. ടൈം സ്റ്റാർട്ട്സ് ഹിയർ. പീറ്റർ, പാട്രിക്, പോൾ, പാറ്റസൺ, പിങ്കി. വെരി ഗുഡ് ജോബ്. ഓക്കെ, 5 words എന്ന് പറഞ്ഞില്ല, നെയിംസ് അപ്പൊ കൊള്ളാം. വെരി ഗുഡ് ജോബ്. ഈ പഠിത്തത് എൻ്റെ അല്ലേ? ഒരു തവണ മുങ്ങിയുള്ളോ? 1-2 തവണ മുങ്ങി. അതിനിപ്പോ മുഖത്തോട് ആയിരിക്കാം. ഇപ്പൊ എന്റെ മുഖത്തോട് നോക്കിയാ അറിയാം എത്ര പ്രാവശ്യം മുങ്ങിയെന്നുണ്ട്. ഇപ്പൊ എന്റെ ശകലം പോലും ഇല്ല. തമ്പ് ചിലപ്പോ പിടിക്കത്തില്ല. ഞാൻ തൈര് വന്നു. അയ്യോ, ഇതെന്തോ ഇത് ഭയങ്കര വലിയ എസ്സയാണല്ലോ. എണീറ്റ് നിന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് കണ്ടിട്ട് ഭയങ്കര വലിയ ചോദ്യം തോന്നുന്നു. Okay, mention 5 objects you can find in the kitchen and tell what they are used for. ഓ, അത് ഭയങ്കര പാടാ. അതായത് കത്രിക, കുക്കറിന്റെ വിസില്, പിന്നെ തവ, ചട്ടുക. അത് എന്തിനാ ഉപയോഗിക്കണമെന്ന് പറയണോ? അത് ഇത്ര സമയത്തൊന്നും വരാൻ പറ്റത്തില്ല. അതെങ്ങനെ ശരിയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിയാവത്തില്ല. ഇപ്പൊ മുക്കാം. ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചോദിച്ചപ്പം വേണ്ട മോനെ എന്ന് പറയുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കണ്ണാടി എടുത്തു. എന്നാലും ഞാൻ 5-6 വാക്ക് പറഞ്ഞായിരുന്നു. ഏത്? പക്ഷെ അത് എന്തിനാ ഉപയോഗിച്ചെന്ന് പറയുന്നില്ലല്ലോ. എവിടെയാ മുക്കേണ്ടത്?
ഒരു പയ്യെ ഇതിനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ പയ്യെ മുക്കിയാ മതി, ചിലപ്പോ ഇവിടെ സ്പ്ലാഷ്. ഞാൻ കുടിക്കേണ്ടതാണ്. പക്ഷേ ഉണ്ടല്ലോ ചെറിയൊരു പുളിപ്പ് വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ തൈരിന്. എന്നാ ആർക്ക് ഇതിനകത്ത് വേറെ വില ഇട്ടിട്ടുണ്ടോന്നൊക്കെ ആ ദൈവം തമ്മിൽ അറിയാം. ഞാൻ എന്തായാലും ഇട്ടിട്ടില്ല, തൈര് എടുത്തത് ഞാൻ ഇട്ടിട്ടല്ലേ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് എന്റേത്. ആഹാ കണ്ണാടി വെച്ചേക്കാം. തീരുന്നില്ലല്ലോ ഈശ്വര. ഇത് 10 എണ്ണാണോ? എണ്ണി നോക്കണം. അതിന്റെ ആവശ്യമില്ല, ഞാൻ പറയാം. സമയമുണ്ടല്ലോ, ധൃതി പിടിക്കണ്ടേ ഭവതി. ഞാനതൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഒന്നാമത്തെ കാര്യം ടൈമർ സെറ്റ് ചെയ്തു. ഓക്കെ, കഷ്ടമുണ്ട്. അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, നീ തന്നെ ധൃതി പിടിക്കുന്നത്. ടൈമർ സെറ്റ് ചെയ്തിട്ടില്ല. 5 provinces in Canada. 5 provinces in Canada. Okay, time starts here. Ontario, Quebec, Manitoba, Vancouver. Timer. Ontario, Quebec, Manitoba, Saskatchewan. Manitoba ആണോ? Saskatchewan, ആൽബർട്ട, നോവ സ്കോഷ്യ, പ്രിൻസ് എഡ്വാർഡ് ഐലൻഡ്. എന്തുമാത്രം കിടക്കുന്നു. 10 പ്രൊവിൻസും 2 ടെറിട്ടറി. ടെറിട്ടറി അല്ലേ? എണ്ണം പറഞ്ഞു ഞാൻ. ഒരെണ്ണം ഇച്ചിരി മുക്കിയാൽ മതി. കുറച്ചുകൂടെ തൈര് ഒഴിക്കായിരുന്നു. ഞാൻ 4 എണ്ണം പറഞ്ഞു. നമ്മൾ എടുക്കും തോറും ഇതിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കും. അതിൽ കാര്യമൊന്നുമില്ല. നമുക്ക് ഇച്ചിരൂടെ തൈര് വേണം ഒഴിക്കാൻ, അന്നേരം റോളം കിട്ടത്തുള്ളൂ. നമുക്കത് ഈ കവറിലോട്ട് ആക്കിയാലോ? പിന്നെ നല്ല മനോഹരമായി. ഇത് കഷ്ടമുണ്ട്. ഇതെന്താ സമയം? ഇത് അതിന്റെ ചെവിയിലൊന്നും ആക്കരുത്. അങ്ങ് പോട്ടെ. താഴെയും പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓഹോ, കുളിക്കുമെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നോക്കിയാലേ. വലിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ടൈമർ സ്റ്റാർട്ട് മുമ്പ് ഇത് ഓക്കെ. 10 items in biryani. ബെസ്റ്റ്. തക്കോലം, പക്കാവട, തക്കോലം. പക്കാവടയോ? ഞാൻ ചോദിക്കട്ടെ, ബിരിയാണി ആദ്യമേ തക്കോലാണ് ഇടുന്നത്. റൈസ് ഉണ്ട്, ചിക്കൻ. 10 ഐറ്റം. അത് ഓർഡറിൽ പറയണമെന്ന് പറഞ്ഞല്ലോ. എന്റെ വായ വന്നത് അത് പറഞ്ഞു. ഈ പക്കാവട ഇതിനിടയ്ക്ക് അവിടെ കയറി വന്നു. നമ്മളൊരു ബിരിയാണി എന്ന് പറയുമ്പോ റൈസ് അല്ലേ ആദ്യം പറയണ്ടല്ലേ? ചിക്കൻ അല്ലെങ്കിൽ റൈസ്. ഇത് തക്കോല. അല്ല, ആ ചോദ്യം ഒന്നും തരാം. വേണ്ട. അപ്പൊ ശരി, നീ തൈര് നിന്നില്ലേ? 10 ഐറ്റംസ് ബിരിയാണിക്കകത്തുണ്ടോ? അല്ല, ശരിക്കും അതിനകത്ത് 10 ഐറ്റം ഒത്തിരി ഉണ്ട്. നീ ഒരു 5 എണ്ണം പറഞ്ഞു. എനിക്ക് അടുത്ത പ്രാവശ്യം ഈ ചോദ്യം എളുപ്പമാവാൻ വേണ്ടിട്ട്. നീ എന്തിനാണ് ഇത്രയും പ്രഷർ എന്റെ തലയ്ക്ക് തരുന്നേ? ഇവിടെയോ? ചെവിക്കകത്ത് കയറി പോരുത്. ഓ എന്റെ അമ്മേ. ഓ കണ്ടുവാ, ഞാൻ വായിക്കാം. കണ്ടിട്ട് ഇതൊരു എസ് ലുക്കാ. 2-3 ലൈനൊക്കെ ഉണ്ട്. ഇത് വായിക്കാറ്. ഇതെന്തിനാ ഒത്തിരി അങ്ങ് ടെൻഷൻ അടിക്കുന്നേ? അല്ല, ഞാൻ പറയാ നോക്കട്ടെ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഈസ് ദിസ്. അതിന് മുമ്പ് ഒരു മിനിറ്റ്. കണ്ടോ, ഇപ്പൊ നീ റെഡിയല്ല. ഓക്കെ, ഡോമിനോസിൽ വിളിച്ച് ഐ ലവ് യു അല്ലെങ്കിൽ മാനസമൈനെ വരൂ പാട്ട് പാടണം. അതായത് ടൈമർ സ്റ്റാർട്ട് ആയിട്ടില്ല. ഓക്കെ, ഇതൊരു ചലഞ്ചാണ്. നമ്മൾ ആ ചലഞ്ചിന്റെ രീതിയിൽ എടുക്കാം. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഡോമിനോസ് പിസ്സ. അപ്പൊ ചിലർക്ക് അറിയുന്നതല്ല ഡോമിനോസ്. ഡോമിനോസ് പിസ്സയില് വിളിച്ചിട്ട് ഐ ലവ് യു അല്ലെങ്കിൽ മാനസമൈനെ വരൂ എന്നുള്ള പാട്ട് പാടണം. നമ്മുടെ പ്രോഗ്രാമറിന്റെ ഡയറക്ടർ നമ്മുടെ വാട്സാപ്പിൽ ഒരു നമ്പർ മുമ്പേ അയച്ചിരുന്നു. അപ്പം ഞാൻ ചോദിച്ചിരുന്നു എന്തിനാ ഈ നമ്പർ അയച്ചിരിക്കുന്നതെന്ന്. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് ആ സമയമാകുമ്പോൾ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ വാട്സപ്പ് എടുക്കുക,
അതിനകത്ത് നമ്പർ ഉണ്ട് 905. ഒന്ന് പറഞ്ഞേരെ 905. നമ്പർ ഒന്നും പറയണ്ട. പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ആ നമ്പർ എടുത്തല്ലോ. അപ്പം ആ നമ്പർ എടുത്തതിന് ശേഷം ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. എടുക്കട്ടെ? ഓക്കെ, ടൈമർ എടുത്തു. ഐ മീൻ ഓഡിയൻസ് കാണിച്ചാൽ. വിളിച്ചിട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ അടുത്തുള്ള ഡൊമിനോസ് പിസ്സയുടെ നമ്പർ. അപ്പം നമ്പർ എടുത്തിരിക്കുന്നു. സ്പീക്കറിലിട്ടു. അപ്പൊ പിന്നെ നമുക്ക് ഓഡിയൻസിനും കേൾക്കാം. വിളിച്ചിട്ട് ഐ ലവ് യു അല്ലെങ്കിൽ മാനസമൈനെ വരൂ എന്നുള്ള പാട്ട് പാടും. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് ഹിയർ. 1 2 3. ഞാൻ സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട്. ടൈമർ ഈസ് അപ്പ്. അൺഫോർച്ചുനേറ്റ്ലി അവര് ഫോൺ ആൻസർ ചെയ്തില്ല. അതെന്തായാലും നമ്മുടെ കുരുത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ അവർ ഈ മാനസമയം കേട്ട് കഴിയുമ്പോഴത്തേക്കും വേറെ വല്ലതൊക്കെ അവർ തിരിച്ചിങ്ങോട്ട് പറയും. അത് കേൾക്കേണ്ട ഒരവസ്ഥ എന്തായാലും ഉണ്ടായില്ല. അല്ലേ? എന്തൊക്കെയോ കള്ളത്തരം കാണിച്ചൊരു ലക്ഷണമുണ്ട്. ഒരു കള്ളച്ചിരിയൊക്കെ എവിടെയോ എന്തൊക്കെയോ എടുത്ത് അടിച്ചു മാറ്റിയോ? അത് ഒപ്പിക്കളഞ്ഞോ? കള്ളച്ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ. എൻ്റെ അമ്മേ, അതെന്നാ സംഭവം? Place your foot over your head. തലയിൽ ചെരിഞ്ഞു വെക്കാൻ കാല്. അയ്യോ, അങ്ങനത്തെ ചോദ്യമൊക്കെ ഉണ്ടോ? ഇനി ഞാൻ എടുക്കണം. ഇനിയുണ്ടോ? 5 മൂവീസ് ഓഫ് മോഹൻലാൽ. നമ്മുടെ ലാലേട്ടന്റെ 5 മൂവീസ്. ടൈമർ സെറ്റ് ചെയ്തിട്ടില്ല. ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഒപ്പം ദൃശ്യം 1, ദൃശ്യം 2, 2020 സ്ഫടികം. അത് കൊള്ളാലോ. ദൃശ്യം 1ഉം 2ഉം കൂടെ അങ്ങ് വെച്ചെങ്കിൽ 2 മൂവിയല്ലേ? ശരി തന്നെ. കൺഗ്രാജുലേഷൻസ്. Okay, name 3 countries with border, walls or fences. മെക്സിക്കൻ, ചൈനീസ്, ചൈന, ഇന്ത്യ ബോർഡർ. ഇന്ത്യ ബോർഡറിന് ഫെൻസ് ഇല്ല. ശരിയാണല്ലോ. മെക്സിക്കൻ, ചൈന, ഫ്രാൻസ്. എനിക്കറിയില്ല. നീ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. നമുക്ക് മുങ്ങാം. മെക്സിക്കൻ കാണി പറ്റിക്കും. എന്നാലും അത് വലിയൊരു ചോദ്യമായിരുന്നു. പയ്യെ ചെവിക്കകത്തൊക്കെ പോയോന്നൊരു സംശയം. ഒരു ഇയർബഡ്സ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ക്ലീൻ ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ ഇനി എത്ര ചോദ്യമുണ്ട്? 2 അല്ലേ? 2 ചോദ്യമുണ്ട്. ഇപ്പം നിൻ്റെയാ. അതായത് അല്ല, നീ പെർഫോം ചെയ്യണം. നീ ചോദ്യം എടുക്കുക. ഫുൾ നെയിം തിരിച്ച് പറയണം. സ്പെല്ലിംഗ് ആണോ അതോ എങ്ങനെയാ? സ്പെല്ലിംഗ് ആണ് ചോദ്യം. ടൈം സ്റ്റാർട്ട്സ് നൗ. LALIMUS. Oh, that was that fast and quick. രക്ഷപ്പെട്ടു എന്റേത്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ വിചാരിച്ചു അത് നീ പറയലായിരിക്കും. ഞാൻ മണ്ടനായോ? ഇല്ല. ഇനിയിപ്പോൾ എന്റെയാണ്. ഭരണി കാലിയ. സോറി, താഴെ പോയി. കൊച്ചു ഭരണി കാലിയ എന്ന് പറഞ്ഞത്. Okay, chew a raw lemon. Chew a raw lemon. ഇവിടെ നാരങ്ങ സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനായിരുന്നു നാരങ്ങ. ഇനിയുണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നാരങ്ങ തൊണ്ടോടുകൂടി കടിക്കുന്നത്. ഓക്കെ, ഫൈൻ. എന്തായാലും തീർന്നു. മുഴുവനും ആയിട്ടില്ല. എന്നാലും നമുക്കിത് ക്ഷമിക്കാം. ഓക്കെ, എന്തുകൊണ്ടെന്നറിയാവോ? എന്താണ്? എനിക്ക് ഒരെണ്ണത്തിന് മുക്കിയില്ല. അത് കള്ളക്കളിയാ, ഫൗളാട്ടോ. അല്ല, അത് അന്നേരം ഓർക്കണമായിരുന്നു. എല്ലാവരുടെ പത്തിൽ എന്തോ ഒരു
അതെങ്ങനെ നീ ഇങ്ങനെ വാതാറോണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ, നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല, ഒരു പണിഷ്മെന്റ് ശരിയായിട്ട് തരാൻ പറ്റത്തില്ല. അത് കുഴപ്പമില്ല, ഞാൻ എൻ്റെ 2 കവളിൽ തന്നില്ല, മറ്റേ കവളിൽ തന്നില്ലടി. അപ്പോ ഇതില് ശരി. ടൈ ആണോ? അല്ലല്ല, ഞാനാ ജയിച്ചേ. അല്ലേ അല്ല, ഇത് മൊത്തം ഇപ്പൊ ഞാൻ എണ്ണാൻ പോകും. വേണ്ട 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 എനിക്ക് ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇനി പുതിയൊരു ചലഞ്ചുമായി ഞങ്ങൾ ഇനി വരുന്നവിടം വരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ, ടേക്ക് കെയർ.